സദൃശ്യവാക്യങ്ങൾ 20:9. ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു, പാപമൊഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നു എന്ന് ആർക്ക് പറയാം? നമുക്കാർക്കും നിയന്ത്രിക്കുവാൻ പറ്റാത്ത ഒന്നാണ് ഹൃദയം. നമ്മുടെ ഹൃദയത്തിലാണ് നന്മയും തിന്മയും ഒക്കെ ആദ്യം ഉടലെടുക്കുന്നത്. സദൃശ്യവാക്യങ്ങൾ 4:23 സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് എന്ന് നാം വായിക്കുന്നു. നാം എത്ര ജാഗ്രതയോടെ കാത്താലും പലപ്പോഴും ലോകവും ജഡവും പൈശാചിക ചിന്തകളും ഒക്കെ മനുഷ്യഹൃദയങ്ങളിൽ കടന്നുകൂടും. കുലപാതകങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളുമൊക്കെ ഇപ്രകാരം പിശാച് അവൻ്റെ ചിന്തകൾ വ്യക്തിഹൃദയങ്ങളിലേക്ക് ഇടുമ്പോൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ നമുക്കൊരിടമുണ്ട് കഴുകൽ പ്രാപിക്കുവാൻ. കൽവറി ക്രൂശിൽ യേശു ഒഴുക്കിയ രക്തം. 1 യോഹന്നാൻ 1:7 അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. നാം സദാസമയവും മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ചുകൊണ്ടേയിരിക്കണമെന്ന് വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. നാം എത്ര വലിയ തെറ്റ് ചെയ്താലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മനസ്താപത്തോടെ വന്നാൽ, തകർന്ന മനസ്സോടെ വന്നാൽ, കണ്ണുനീരോടെ വന്നാൽ കർത്താവ് നമ്മെ ശുദ്ധീകരിക്കും. യെശയ്യാ 1:18 നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരുമെന്ന് നാം വായിക്കുന്നു. നമ്മുടെ ഹൃദയം ശുദ്ധമാണ്, ഞാൻ നിർമ്മലനാണ് എന്ന് ചിന്തിച്ച് ദൈവസാന്നിധ്യത്തിൽ ഗർവോടെ നിൽക്കാതെ നമുക്ക് നമ്മെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3:11 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു എന്നാണ്. അപ്പോസ്തലൻ സഭകൾ സ്ഥാപിച്ചു, ലേഖനങ്ങൾ എഴുതി, ആത്മാക്കളെ നേടി. എന്നിട്ടും എത്രയധികം താഴ്മയോടെ ദൈവസന്നിധിയിൽ തൻ്റെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമുക്കും നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരങ്ങളിൽ കൊടുക്കാം. ദൈവം നമ്മെ സദാസമയവും കൃപയിൽ സൂക്ഷിക്കട്ടെ. വീഴ്ച വരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലാം. ആ പരിശുദ്ധ രക്തം നമ്മെ കഴുകി ശുദ്ധീകരിക്കും. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങളെ അങ്ങയുടെ ശുദ്ധീകരണത്തിൽ നിലനിൽക്കുവാൻ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.